ഹലോ ഗായ്സ്, നമുക്കിന്ന് സർവ്വമായി കുറിച്ച് സംസാരിക്കാം. എന്തുകൊണ്ടാണ് ഈ സിനിമയിലെ ഡെലുലു അഥവാ മായയെ ആളുകൾ ഇത്രയധികം ഇഷ്ടപ്പെട്ടത്? ഒരു പക്ഷേ നിവിൻ പോളിയേക്കാൾ ഒരുപാട് പേർക്ക് സിനിമ കണ്ടിറങ്ങിയപ്പോൾ ഇഷ്ടമായത് നമ്മുടെ ഒരു പുതുമുഖ നായികയായ ഡെലുലുവിനെയാണ്. അതിൻ്റെ ഒരു കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ ഡെലുലുവിൻ്റെ ക്യാരക്ടർ ഭയങ്കരമായിട്ട് നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ക്യാരക്ടറാണ്. ഇന്നത്തെ കാലത്ത് ഇതുപോലൊരു പെൺകുട്ടിയെ കിട്ടുകയാണെങ്കിൽ ആരും വിട്ട് കളയില്ല. പക്ഷേ ഈ സിനിമയ്ക്കുള്ളൊരു പ്രശ്നം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിനിമയിൽ വേണമെങ്കിൽ നിവിൻ പോളി അഥവാ പ്രഭേന്ദുവിനെ നമ്മുടെ ഡെലുലുവിനെ കല്യാണം കഴിക്കാമായിരുന്നു. അവരത്രയ്ക്ക് നല്ല കോംബോ ആയിരുന്നു. പക്ഷെ എന്തുകൊണ്ട് സാധിച്ചില്ല? അവളൊരു ആത്മാവായിരുന്നു. ഈ സിനിമ കണ്ടിറങ്ങിയ 100% ആളുകളും ഉറപ്പാണ് ആഗ്രഹിച്ചിട്ടുണ്ടായിട്ടുള്ളത് ദിലുലുവും നമ്മുടെ പ്രഭേന്ദുവും ഒന്നിക്കണമെന്നായിരിക്കും. പക്ഷേ എല്ലാവർക്കും ചിന്തിച്ചാൽ മനസ്സിലാകുന്ന ഒരു കാര്യമായിരുന്നു ആത്മാവായതുകൊണ്ട് എങ്ങനെ അവർ ഒന്നിക്കുക എന്നുള്ളത്. പക്ഷേ സിനിമയുടെ അവസാനം തന്നെ മനസ്സിലാക്കുന്നുണ്ട് അവൾ ആരാണെന്നുള്ള വ്യക്തത കിട്ടുമ്പോൾ അവൾക്ക് മോക്ഷം കിട്ടി അവൾ പോവുകയാണ്. ആ ഒരു സീൻ നമുക്ക് വല്ലാണ്ട് അങ്ങോട്ട് സാഡായി പോകുന്ന ഒരു മൊമെൻ്റ് ആയിരുന്നു അത്. അതിൽ സാധ്യ അഥവാ പ്രീതി മറ്റൊരു ക്യാരക്ടറായി വരുന്നുണ്ട്. നിവിൻ പോളിക്ക് അവളോടൊരു ഇഷ്ടമൊക്കെ തുടങ്ങുന്നുണ്ട്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഡെലുലുവിനോടൊരു താല്പര്യം, അതായത് ഒരു ഇഷ്ടമൊക്കെ തന്നെയാണ് ആളെ. പക്ഷേ ഒരു ആത്മാവായതുകൊണ്ട് അവർക്ക് ഒന്നിക്കാൻ പറ്റില്ല എന്നുള്ളൊക്കെ തിരിച്ചറിവ് നിവിൻ പോളിക്ക് വരുമ്പോൾ മനുഷ്യനായിട്ടുള്ള സാദിയോടൊരു ഇഷ്ടം തോന്നുകയാണ്. അതിൽ നമ്മുടെ ഡെലുലുവിന് ഒരു കുശുമ്പും കാര്യങ്ങളൊക്കെ വരുന്നു. അവനോട് ഫൈറ്റ് ചെയ്യുന്നൊക്കെ ഉണ്ട്. ഒരു കുശുമ്പുള്ളിൽ വരുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അത് കാണുന്ന നമുക്കും തോന്നിപ്പോകും. അതായത് ഡെലുലു മതി എന്ന്, അതായത് സാദി വേണ്ട ഡെലുലു മതി എന്ന് നമുക്കും തോന്നിപ്പോകും. അത്രയ്ക്കും നമുക്ക് ഡെലുലുവിനോടാണെങ്കിൽ ഇഷ്ടം തോന്നുകയാണ് സിനിമ കാണുമ്പോൾ. നമ്മൾ ഒരുപാട് പ്രേതപ്പടങ്ങൾ കണ്ടിട്ടുണ്ടല്ലേ. പണ്ടത്തെ നമ്മൾ പ്രേതപ്പടം കാണും നമ്മളെ ഭയങ്കര പേടിപ്പിച്ച് ചോര പിടിച്ച് പല്ല് കാണിച്ചിട്ടുള്ള പ്രേതങ്ങളൊക്കെയാണ് കാണുന്നത്. ഇപ്പോൾ കഴിഞ്ഞ നമ്മുടെ ലോക സിനിമ എടുക്കുകയാണെങ്കിലും അതിൽ കല്യാണി ഭയങ്കര ക്യൂട്ടാണ്, ചന്ദ്ര. പക്ഷെ എന്നെങ്കിലും അതിലും കുറച്ച് ക്രൂറലായിട്ട്, അതായത് ചോര കുടിക്കുക അങ്ങനത്തെ രംഗങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ളൊരു പ്രേതമാണ് നമ്മുടെ ഡെലുലു. ഈ സിനിമയ്ക്ക് നമ്മുടെ പഴയ അതായത് മോഹൻലാലും നയൻതാരയെ അഭിനയിച്ചിട്ടുള്ള വിസ്മയത്തുമ്പത്തിനോടൊരു കണക്ഷൻ ഉണ്ടെങ്കിൽ ആ സിനിമയിലും നമുക്ക് തോന്നുക അത്രയ്ക്ക് നമ്മൾ ഇത്രയും അങ്ങോട്ട് കണക്റ്റ് ആയിട്ടില്ല. ഈ സിനിമയാണ് നന്നായിട്ട് കണക്റ്റ് ആവാൻ കാരണം പ്രഭേന്ദുവും ഡെലുലുവും തന്നെയാണ്. ഒരുവിധം പ്രേതങ്ങളൊക്കെ രാത്രി വന്നിട്ട് പേടിപ്പിക്കുക അങ്ങനെയൊക്കെയാണല്ലോ ഉണ്ടാകുന്നത്. പക്ഷെ ഇത്രയും ഭയങ്കര കൂളായി ഫ്രണ്ട്ലി ഒരു പൂക്കി പ്രേതം, അതായത് നമ്മൾ പ്രഭേന്ദു ഒക്കെ ആ കുട്ടിയെ അത്രയും ഇതായിട്ടാണ് കമ്പനി അടിച്ചിട്ടാണ് ഈ സിനിമയിൽ കാണിക്കുന്നത്. ഇതിൽ പ്രഭേന്ദുവിൻ്റെ അച്ഛനോടൊന്നും അത്ര രസത്തിലല്ല. അവരുടെ മുമ്പ് ഫാമിലിയിൽ സംഭവിച്ചിട്ടുള്ള പല പ്രശ്നങ്ങളും കാരണം അതായത് പ്രഭേന്ദു അച്ഛനടുത്തുനിന്ന് അകന്നാണ് നിൽക്കുന്നത്. അതായത് ഒരു വീട്ടിലുണ്ടെങ്കിൽ കൂടിയും സംസാരിക്കലൊന്നുമില്ല. കൂടുതൽ വല്യച്ഛനുമായിട്ടായിരുന്നു പ്രഭേന്ദുവിന് കണക്ഷൻ ഉണ്ടായിരുന്നത്. അച്ഛനോട് തെറ്റാനുള്ള കാരണം അതായത് അമ്മ മരിച്ചതിന് ശേഷം ഉണ്ടായ സംഭവങ്ങളും കാര്യങ്ങളും സിനിമയിൽ പറയുന്നുണ്ട്. അത് പറഞ്ഞാൽ നമ്മൾ സ്പോയിലറായി പോകും. അപ്പോൾ ആ കാരണങ്ങൾ കൊണ്ട് പ്രഭേന്ദു കുറേ ദിവസമായിട്ട് അച്ഛനായിട്ട് കണക്ഷൻ ഇല്ലായിരുന്നു. അതുകൊണ്ട് ഡെലുലു ഒരു ദിവസം ചോദിക്കുന്നുണ്ട് എന്താണ് അച്ഛനോട് മിണ്ടാത്തതെന്ന് ചോദിക്കുമ്പോൾ ഇങ്ങനെ സ്റ്റോറിയൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഡെലുലു പറയുന്നുണ്ട് എന്തിനാണ് ഇങ്ങനെ അച്ഛനോട് മിണ്ടാണ്ടിരിക്കുന്നത്, എന്തായാലും തൻ്റെ അച്ഛനല്ലേ. നമുക്കൊരാളോട് മിണ്ടുന്നതിനേക്കാൾ പ്രയാസമാണ് മിണ്ടാതെ ഇങ്ങനെ അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നത്. നമുക്കതൊരു സ്ട്രെസ്സല്ലേ തരുന്നത്. എന്തില്ലെങ്കിലും തൻ്റെ അച്ഛനല്ലേ, ഈഗോയൊക്കെ വിട്ടിട്ട് അച്ഛനോട് മിണ്ടാൻ നോക്കൂ പ്രഭേ എന്നൊക്കെയാണ് പറയുന്നത്. ജീവിതം എത്ര ചെറുതാണ്. ആ ഒരു കാര്യം കേട്ടപ്പോൾ ആ കുട്ടിയോട് നമുക്കൊരു ബഹുമാനമാണ് തോന്നുന്നത്. എത്ര നല്ല പ്യുവറായിട്ടുള്ള ക്യാരക്ടറാണല്ലേ. അതോടുകൂടി നമ്മുടെ പ്രഭേന്ദു കുറച്ച് കഴിഞ്ഞിട്ട് അച്ഛനോട് മിണ്ടുന്നൊക്കെയുണ്ട്. അച്ഛൻ്റെ കാറൊന്നും ഉപയോഗിക്കാറില്ലായിരുന്നു. ഇങ്ങനെ ഡെലുലു ഓരോ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുന്നതോടുകൂടി അവൾ പറയുന്നത് പോലെയൊക്കെ നമ്മുടെ പ്രഭേന്ദു ചെയ്യാനും തുടങ്ങിയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇവിടെ പ്രഭേന്ദുവിന് നല്ലൊരു ഫ്രണ്ടായിട്ട് ആരും ഇല്ലാത്തതിൻ്റെ പ്രശ്നങ്ങളായിരുന്നു. അതായത് അമ്മയും മരിച്ചു, നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനോ ഉപദേശിക്കാനൊന്നും ഒരാളില്ലായിരുന്നു. ഡെലുലു വന്നപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ വന്നു. പിന്നെ നമ്മുടെ പ്രഭേന്ദു ഒരു നിരീശ്വരവാദിയായിരുന്നു. നിരീശ്വരവാദി ആയതല്ല, ആദ്യമൊക്കെ അച്ഛൻ്റെ കൂടെയൊക്കെ പോയിട്ട് പൂജയൊക്കെ ചെയ്തിട്ടുള്ള ഒരാളായിരുന്നു. അമ്മയുടെ മരണ കാരണം ശേഷമാണ് പ്രഭേന്ദു ഒരു നിരീശ്വരവാദിയായത്. കാരണം പൂജ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രഭേന്ദു അമ്മ വിളിച്ചിട്ട് പിന്നെ പോകാമെന്ന് വിചാരിച്ച് പൂജ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അവിടെ അമ്മ വീണ് കിടപ്പുണ്ടായിരുന്നു. അമ്മ വിളിച്ചപ്പോൾ പ്രഭേന്ദു ചെന്നിരുന്നെങ്കിൽ ഒരു പക്ഷേ അമ്മയെ രക്ഷിക്കാമായിരുന്നു. അപ്പോഴും പ്രഭേന്ദു ഈശ്വരനും പൂജ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് അമ്മയ്ക്കിങ്ങനെ
അങ്ങനെ സംഭവിച്ചത്. അതുകൊണ്ടായിരിക്കാം ഈശ്വരനിലുള്ളൊരു വിശ്വാസം നഷ്ടപ്പെട്ടതുകൊണ്ട് ആയിരിക്കാം പിന്നെ ഒരു നിരീശ്വരവാദിയായത്. പിന്നീട് അവസാനം ഡെലൂലു ആയിട്ട് കൂടുതൽ അടുക്കും തോറും പിന്നീട് ആ വിശ്വാസമൊക്കെ ഒഴിവാക്കിയിട്ട് പിന്നീട് അമ്പലത്തിലേക്കൊക്കെ നമ്മുടെ പ്രഭേന്ദു പോകുന്നുണ്ട്. എന്തായാലും ഇത്രയും ഗുഡായിട്ടുള്ള പ്യുവറായ ഒരു ജെമ്മ് തന്നെ ആയിരുന്നു നമ്മുടെ ഡെലൂലു. പിന്നെ ഇതിൽ മറ്റൊരു ഹൈലൈറ്റ് ആയിരുന്നു നമ്മുടെ ഡെലൂലുവിന് ഒരു കാമുകനുണ്ടായിരുന്നു. കാമുകൻ്റെ ഏകദേശം ഫീച്ചേഴ്സൊക്കെ നമ്മുടെ പ്രഭേന്ദുവിനെ പോലെ തന്നെ ആയിരുന്നു. അതായിരുന്നു അവസാനമായിട്ട് ഡെലൂലുവിൻ്റെ അമ്മയെ കാണാൻ പോകുമ്പോൾ അമ്മ ചോദിക്കുന്നുണ്ട് പ്രഭേന്ദുവിനെ ആയിരുന്നു മായ സ്നേഹിച്ചിരുന്നത് എന്ന്. അപ്പോൾ പ്രഭേന്ദു എന്നും പറയുന്നുണ്ട്. അതൊരു കള്ളമാണെന്ന് വെച്ചാൽ കള്ളവുമാണ്, സത്യമാണെന്ന് ചോദിച്ചാൽ സത്യമാണ്. അതിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അവസാനത്തിൽ നമ്മുടെ മായയ്ക്ക് പ്രഭേന്ദുവിനോടും ഒരു ഇഷ്ടം ഉണ്ടായിരുന്നു, പ്രഭേന്ദുവിനും ഒരു ഇഷ്ടമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ആത്മാവല്ലേ എന്നുള്ളൊരു മൈൻഡിലാണ് വല്ലാണ്ട് പ്രഭേന്ദു ഡെലൂലുവിനോട് കൂടുതൽ അടുക്കാണ്ടിരുന്നത്. പക്ഷേ മരിക്കുന്നതിന് മുമ്പ് ഡെലൂലു അമ്മയോട് പറഞ്ഞിരുന്നത് ഡെലൂലുവിന് ഒരു ആളോട് ഇഷ്ടമാണ്, ആ ആളെ കുറിച്ചിട്ടുമാണ് സംസാരിച്ചിരുന്നത്. ആ ഒരു തോട്ടിലാണ് അമ്മ ചോദിക്കുന്നത് മായ സ്നേഹിച്ചിരുന്നത് പ്രഭേന്ദുവിനെയാണെന്ന്. ഏറെക്കുറെ ഒരു പറയുന്നതൊക്കെ ഒരേ കണക്ഷൻ തന്നെയാണ്. പക്ഷേ നമ്മുടെ ഡെലൂലു ശരിക്കും അന്ന് മരണത്തിന് മുന്നേ സ്നേഹിച്ചിട്ടുണ്ടായിരുന്നത് വേറൊരു വ്യക്തിയായിരുന്നു. പിന്നീട് മായ പഴയ കാര്യങ്ങളൊക്കെ, അതായത് ആത്മാവായി മാറിയപ്പോൾ മറന്നു പോയിട്ടുണ്ടായിരുന്നു. താൻ ഏതാണെന്ന് പോലും അറിയാത്തൊരവസ്ഥയിൽ പ്രഭേന്ദുവിൻ്റെ കൂടെ നടന്നിട്ട് അങ്ങനെ പ്രഭേന്ദുവിൻ്റെ ക്യാരക്ടറും മായയ്ക്ക് ഒരുപാട് ഇഷ്ടപ്പെടുകയാണ് ഉണ്ടാകുന്നത്. എന്തായാലും നിങ്ങൾ സിനിമ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയുക. നിങ്ങൾക്ക് ഡെലൂലുവിനെയാണോ ഇഷ്ടപ്പെട്ടത്, പ്രഭേന്ദുവിനെയാണോ ഇഷ്ടപ്പെട്ടത്? എനിക്ക് ഉറപ്പായിട്ടും അറിയാം നിങ്ങൾക്ക് ഡെലൂലുവിനെ തന്നെയായിരിക്കും ഇഷ്ടമാവുക.